بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين على آله وصحبه أجمعين أما بعد حدثنا أحمد بن عبدة الضبي البصري وعلي بن حجر وأبو جعفر محمد بن الحسين وهو ابن أبي حليمة قالوا أور برنوا حدثنا عيسى بن يونس عن عمر بن عبد الله مولى غفرة قال حدثني إبراهيم بن محمد من ولد علي بن أبي طالب സന്താന പരമ്പരയിൽപ്പെട്ട അവർ പറഞ്ഞു ഖാല അദ്ദേഹം പറയാണ് കാന അലിയുൻ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇദാ വസഫ റസൂലല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിക്കുമ്പോൾ ഖാല അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ട് അലി റളിയല്ലാഹു അൻഹു അവിടത്തോട് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം പല ആളുകളും റസൂലുള്ളാഹിനെ കുറിച്ച് ചോദിക്കും, എങ്ങനെയായിരുന്നു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടുന്ന് പറയാറുണ്ട്, ലം യകുൻ റസൂലുള്ളാഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നില്ല. എന്തായിരുന്നില്ല? ബി അത്വീലിൽ മുമഗ്ഗിതി, ത്വീലിൽ ബാഇനി നമ്മൾ കഴിഞ്ഞ ഹദീസ് പറഞ്ഞില്ല, അതേ അർത്ഥം തന്നെ. ത്വീലിൽ മുമഗ്ഗിത്, അമിതമായ നീളമുള്ള ആളായിരുന്നില്ല. ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് അദ്ദാഹിബു തൂലൻ, അതാ അവിടെ അർത്ഥം പറയുന്നുണ്ട്. നീ അത് പ്രത്യേകം വായിക്കൂല. ഈ ഹദീസിൻ്റെ തന്നെ അവസാന ഭാഗത്ത് 8-ാം നമ്പർ ഹദീസിൻ്റെ ഒക്കെ ഒരു 5-6 ലൈന് മുമ്പ് അൽ മുമഗ്ഗിതു, ഈ നമ്മുടെ പ്രിൻ്റ് എടുത്ത അതിൽ ആ 3-ാം പേജിൽ 5-ാമത്തെ ലൈനിലത് അൽ മുമഗ്ഗിതു അദ്ദാഹിബു തൂലൻ, എന്താണ്? വളരെ നീണ്ടങ്ങ് പോയ ആള് അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ ബിൽ ഖസീരിൽ മുതറദ്ദിദി, വലാ ബിൽ ഖസീരിൽ മുതറദ്ദിദി, ഏറെ കുറിയവരുമല്ല, ഏറെ കുറിയവരുമല്ല. നല്ല ഷോർട്ട് ഇതല്ല, പിന്നെ കുള്ളനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വകാന റബ്അതൻ മിനൽ ഖൗം, സമൂഹത്തിലെ ഒത്ത നീളമുള്ള ആളായിരുന്നു, മിതഗാത്രനായിരുന്നു, നല്ല മലയാളമൊക്കെ പറയാം. നല്ല ഒത്ത നീളമുള്ള ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലം യകുൻ ബിൽ ജഅദിൽ ഖതതി വലാ ബിസ്സബ്തി, ചുരുങ്ങിച്ചുരുണ്ടതോ, പലതവണ നമ്മൾ പറഞ്ഞതാണ്, ചുരുങ്ങിച്ചുരുണ്ടതോ നേർത്തതോ ആയ മുടിയായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. സബത്ത് വളരെ നേർത്ത് ഇങ്ങനെ പിന്നെ ആടിക്കളിക്കുന്ന രൂപത്തിലുള്ളത് അല്ല. കാന ജഅദൻ റജിലൻ, ചീകിയൊതുക്കിയ മനോഹരമായ മുടിയാണ്, ചീകിയൊതുക്കിയ മനോഹരമായ മുടിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. വലം യകുൻ ബിൽ മുതഹമി വലാ ബിൽ മുകൽസമി, ഇത് ഓരോന്നിൻ്റെ ഈ ഹദീസ് കുറച്ച് ടഫാണ്. പിന്നെ തിർമിദി ഇമാമിനിക്കറിയാം, അതുകൊണ്ട് നമുക്ക് തന്നെ വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇതിൻ്റെ അവസാനം ഓരോന്നിൻ്റെ അർത്ഥം. ലം യകുൻ ബിൽ മുതഹമി വലാ ബിൽ മുകൽസമി, ലം യകുൻ ബിൽ മുതഹമി, നീണ്ട മുഖം ഉള്ള ആളല്ല. മുതഹമിക്ക് പല അർത്ഥമുണ്ട്. ഇവിടെ കൊടുത്തത് അൽ ബാദിനു, അൽ കസീറുൽ ലഹമി, തടിച്ചു കൊഴുത്ത ആളല്ല, തടിച്ചു കൊഴുത്ത ആളല്ല. മുതഹമു എന്ന് പറഞ്ഞാൽ തടിച്ചു കൊഴുത്ത ആള്. മുകൽസം എന്ന് പറഞ്ഞാൽ അൽ മുദവ്വറുൽ വജ്ഹി, അല്ല നിങ്ങളെ കിതാബിൽ തന്നെ ഉണ്ട് അൽ മുദവ്വറുൽ വജ്ഹി. വട്ടമുഖമുള്ള ആളല്ല, ഫുള്ള് വട്ടം, ഇങ്ങനെ ചന്ദ്രക്കല്ലിനെ പോലെ വട്ടമുള്ളത് അങ്ങനെയല്ല. മുട്ട പോലെ അത് പറയാൻ പോകുന്നുണ്ട്, കുറച്ച് നീണ്ട ഭാഗത്ത്, പിന്നെ റൗണ്ട് ആയാലും രസം ഉണ്ടാവില്ല. പിന്നെ അൽ മുദവ്വറുൽ വജ്ഹി, വട്ടമുഖമുള്ള ആളല്ല. പിന്നെ ഇതായതിൻ്റെ ഒരു പിന്നെ അപ്പോൾ ഞങ്ങൾ വട്ടമുഖമാണ് എന്നൊക്കെ പറയേണ്ടത് കേൾക്കാറുണ്ടല്ലോ. അത് വകാന ഫി വജ്ഹിഹി തദ്വീറുൻ, എങ്കിലും അവിടുത്തെ മുഖം അല്പം ഗോളാകൃതി, ഒരു വട്ടം മുഖത്തുണ്ട്, ഒരു ഗോള ആകൃതിയിലായിരുന്നു.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. അബ്യളൂ, അവിടുന്ന് നല്ല വെളുത്ത ആളാണ്. മുഷ്റബുൻ, എന്നാൽ ചുവപ്പ് കലർന്നതായ. മുഷറബ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് കലർന്ന. മുഷറബ് എന്ന അല്ലദീ ഫി ബയാദിഹി ഹുംറത്തുൻ, വെളുപ്പിൽ ചുവപ്പുള്ളത്, വെളുപ്പിൽ ചുവപ്പുള്ള ആളായിരുന്നു. അത് അജുല്ലൈനൈൻ, അത് അജുല്ലൈനൈൻ, അത് അജു എന്ന് പറഞ്ഞത് അശ്ശദീദു സവാദിൽ ഐൻ, കണ്ണിലെ കറുപ്പ് കഠിനമായ ആൾ. ശരിയല്ലേ? നല്ല കറുപ്പ്, കണ്ണ് മൊത്തം കറുപ്പ് എന്നല്ല, കൃഷ്ണമണി നല്ല കറുപ്പ്. ചില ആളുകളുണ്ടാവും നല്ല ഒരു തവിട്ട് കളർത്തിലുള്ള, ഒരു രസമില്ല കാണാൻ. നല്ല കറുപ്പാകുമ്പോഴാണ് മുഖത്ത് വെളുപ്പുണ്ടാവുക, മുഖത്ത് നല്ല പ്രകാശം ഉണ്ടാവുക. മനസ്സിലായില്ലേ? ആ അഹ്ദബുൽ അസ്ഫാർ, നീണ്ട പുരിക രോമങ്ങൾ ഉണ്ടായിരുന്നു. അത്വീലുൽ അസ്ഫാർ, അഹ്ദബ് എന്ന് പറഞ്ഞാൽ എന്താ? പുരികങ്ങൾ എന്താവുക? നീണ്ടതാവുക, നിറഞ്ഞതാവുക. അഹ്ദബുൽ അസ്ഫാർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജലീലുൽ മുശാശി വൽ കതദി, ജലീലുൽ മുശാശ്, ജലീലുൽ മുശാശി അവിടുത്തെ, വൽ കതദ് അവിടുത്തെ തോള് നല്ല വലുതാണ്, അതുപോലെ സന്ധികൾ വിശാലമായതാണ്. മനസ്സിലായില്ലേ? കതദ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പറയണ്ടല്ലോ, മുജ്തമ അൽ കതിഫൈൻ, രണ്ട് പെരടി കൂടുന്ന സ്ഥലത്തിനാണ് കതദ് എന്ന് പറയാം. വലിയ തോളും അതുപോലെ വിശാലമായ സന്ധികളുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അജ്റദു, അജ്റദു, അജ്റദ് എന്ന് പറഞ്ഞാൽ എന്താ? അജ്റദ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പിന്നെ സറഹിലൊക്കെ കാണാം, ശരീരം മുഴുവനായിട്ട് രോമ നിബിഡമായിരുന്നില്ല. അത് ഒരു നെഗറ്റീവാണ്. അതെന്താണ്? നെഗറ്റീവാണ്. മൊത്തം രോമം നിറയാന്നുള്ളത്. നേരെ അർത്ഥം അജ്റദു എന്ന് പറഞ്ഞാൽ ഒരു രോമം ഇല്ല എന്നാണ്. അങ്ങനെയല്ല. അത് നബി തങ്ങളുടെ മറ്റ് ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, അത് ശരിയല്ല. ഇദൂ മസ്റുബത്തു നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ഹദീസിൽ, ഇത് ഇവിടെയും പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ അജ്റദുവിൻ്റെ അർത്ഥം മുഴുവനായിട്ട് രോമനിബിഡമായിരുന്നില്ല എന്ന അർത്ഥം വെക്കണമെന്ന് ഷറഹൊക്കെ പറയുന്നുണ്ട്. അപ്പം അജ്റദു എന്താണ്? ശരീരം രോമനിബിഡമായിരുന്നില്ല, രോമങ്ങളിൽ നിന്ന് ഒഴിവായതാണ്. സുലാസി മുജറദ് എന്നൊക്കെ പറയുന്നില്ലേ? മുജറദ് തനിപ്പിക്കപ്പെട്ടത്. അപ്പം അജ്റദ് എന്ന് പറഞ്ഞാൽ എന്താ? തനിപ്പിക്കപ്പെട്ടത്, രോമത്തിനിൽ നിന്ന് തനിപ്പിച്ചത്. തനിച്ച ആളാണ്, ഒന്നുമില്ലാത്ത ആളാണ്. അത് പിന്നെ പൂർണ്ണമായിട്ടില്ലാത്ത, തീരെ രോമം ഇല്ല എന്നല്ല. ചില ആളുകളുടെ ശരീരമൊക്കെ കണ്ടില്ല, ഫുള്ള് രോമമായിരിക്കും, തലിനെ പോലെ തന്നെ മേത്തും ഉണ്ടാവും രോമം. അങ്ങനെ കണ്ടിട്ടില്ലേ? ചില പ്രായമുള്ള ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് സ്വഭാവമുള്ള ആളല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ദൂ മസ്റുബത്തിൻ, നെഞ്ചു മുതൽ പൊക്കിൾ വരെ നേരിയ രൂപത്തിൽ രോമങ്ങളുണ്ടായിരുന്നു. മസ്റുബത്ത് ഇതവിടെ വിശദീകരിക്കണം. എന്താ മസ്റുബത്ത്? ഹുവ അശ്ശഅറു ദഖീഖ്, നേരിയ മുടി. അല്ലദീ കഅന്നഹു ഖദീബ് മിന സ്സദ്രി ഇല സ്സുറ, ഉണ്ടാ അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ശസുനുൽ കഫൈനി വൽ ഖദമൈൻ, അതിൻ്റെ വിശദീകരണമൊക്കെ കഴിഞ്ഞ ഹദീസുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേരെ അർത്ഥം എന്താ? ശസ്നുൽ കഫൈനി വൽ ഖദമൈൻ, കൈകാലുകളൊക്കെ എന്താണ്? ദൃഢമുള്ള ആളാണ്, നല്ല കട്ടിയുള്ള ആളാണ്. അതോടൊപ്പം എന്തുകൊണ്ട്? നല്ല മാർദ്ദവവുമുണ്ട്. ഇപ്പോൾ രണ്ടും ഏത് രൂപത്തിലാണ് പറഞ്ഞതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ജോലി എടുത്തിട്ട് ചില അവസരങ്ങളിലൊക്കെ നബിതങ്ങളുടെ കൈ തഴമ്പിച്ച് പോയ രൂപത്തിലാവാറുണ്ട്. അതേസമയം അവിടുത്തെ അടിസ്ഥാന സൃഷ്ടിപ്പിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ കൈ എന്താണ്? മൃദുലമായത് ആയിരുന്നു. പിന്നെ ഇദാ മശാ, അവിടുന്ന് നടന്നാൽ, അവിടുന്ന് നടന്നാൽ തഖല്ല, അല്പം മുന്നോട്ട് ചായും. കഅന്നമാ യൻഹത്തു മിൻ സബബ്, ഉയരങ്ങളിൽ നിന്ന് താഴോട്ടിറങ്ങുന്നത് പോലെ ആയിരിക്കും. എപ്പോഴും നടത്തും അല്പം കുറച്ച് മുന്നോട്ട് ചാഞ്ഞിട്ട്. മോളിന്ന് താഴോട്ട് ഇങ്ങനെ കുന്നുമ്മ ഇറങ്ങുമ്പോൾ മുന്നോട്ട് ചാഞ്ഞിട്ടല്ലേ ഉണ്ടാവുക, അതേപോലെ എപ്പോഴും ഉണ്ടാവുക മുന്നോട്ട് ഇങ്ങനെ ചാഞ്ഞിട്ട്, വിനയം പ്രകടിപ്പിച്ചുകൊണ്ട്, ഒരു കാര്യ ഗൗരവത്തോടുകൂടെ. തമാശയിലുള്ള നടത്തല്ല, സുമാറ് കളിയല്ല നമ്മൾ നിർത്തണം.
ആ വേറൊരു സ്വഭാവമാണ് നമ്മൾ ഇതുവരെ പറയാത്തതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിയുമ്പോൾ നബി തങ്ങൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ തിരിയും. ആരെങ്കിലും പിന്നിൽ നിന്ന് വിളിച്ചു, ഇപ്പം ഇങ്ങനെ തല മാത്രം ഉയർത്തിയിട്ട് ചില ആളുകൾ ഇങ്ങനെ നോക്കും. അത് അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. പൂർണ്ണമായിട്ട് എന്താ മോനെ ആരെങ്കിലും വന്നിട്ട് യാ റസൂൽ അല്ലാഹ് എന്ന് വിളിച്ചാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായിട്ട് അങ്ങോട്ടേക്ക് തിരിയും. മനസ്സിലായില്ലേ? പൂർണ്ണമായിട്ട് അയാളിലേക്ക് തിരിയും. അല്ലാതെ പെരടി മാത്രം അല്ലെങ്കിൽ തല മാത്രം അങ്ങോട്ടേക്ക് തിരിച്ച് സംസാരിക്കില്ല. അത് അഹങ്കാരികളുടെ ലക്ഷണമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ തിരിഞ്ഞ് സംസാരിക്കലാണ് നമ്മുടെ ആരോഗ്യത്തിനും യോജിച്ചത് എന്നൊക്കെ ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. തല മാത്രം അങ്ങനെ കുറേ തിരിച്ചു കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടും ശരീരത്തിന് വരും. മനസ്സിലായില്ലേ? അപ്പോൾ പൂർണ്ണമായിട്ട് തിരിയുക, അതാണ് വിനയം. മനസ്സിലായില്ലേ? അങ്ങനെ എത്തി നോക്കിയിട്ട് സംസാരിക്കുക, അങ്ങനെയല്ല. എവിടെയെങ്കിലും പോകും, ആരോടെങ്കിലും ഉസ്താദ്മാരുടെ അടുക്കലോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എത്തി നോക്കി ഇതാക്കുക, അതല്ല. പൂർണ്ണമായിട്ട് അങ്ങോട്ടേക്ക് ഇതാക്കുക. മനസ്സിലായില്ലേ? ഉമ്മാനോട് ഉപ്പാനോടൊക്കെ സംസാരിക്കുമ്പോൾ പൂർണ്ണമായിട്ട്, ഫോണിലാണെങ്കിൽ നമ്മൾ വേറെ പരിപാടി, എന്നിട്ട് അവിടെ പിന്നെ സംസാരിക്കുമ്പോൾ വേറെ പരിപാടി. അതുപോലെ ഇപ്പോഴത്തെ കാലത്തൊക്കെ പല ആധുനിക രൂപത്തിൽ നമ്മൾ പറയേണ്ടി വരും. അവരോട് ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ആ ചാറ്റ് ബോക്സിൽ തന്നെ നിൽക്കുക, അപ്പുറം മറുപടി വരാം. അന്നേരം ഇപ്പോൾ അതിൻ്റെ മറുപടി കിട്ടാൻ വേണ്ടി കുറേ കാത്ത് നിൽക്കുക. ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ച് ഗൾഫിൽ നിന്ന്, അപ്പോൾ ഉപ്പാക്ക് ചിലപ്പോൾ ആ തിരക്കിനിടയിലായിരിക്കും നമുക്ക് അയക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ തന്നെ നിൽക്കുക, അതാണ് അത്. അല്ലാണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോയി ബാക്കിയുള്ളവർക്കെല്ലാം മറുപടി കൊടുത്ത് വന്നിട്ട് ഇവിടെ കൊടുക്കുക, അങ്ങനെയല്ല. മനസ്സിലായില്ല? അത് അദബുകേടാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് ഈ ഹദീസിന് വ്യാഖ്യാനം നൽകുമ്പോൾ അങ്ങനെയൊക്കെ പറയാം. പൂർണ്ണമായിട്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് അവരോട് കൂടെ തന്നെ ആവുക, അതാണ്. ബൈന കതിഫൈഹി ഖാതമുൻ നുബുവ, അവിടുത്തെ രണ്ട് ചുമലുകൾക്കിടയിൽ ഖാതമുൻ നുബുവത്ത്, പ്രവാചകത്വ മുദ്രയുണ്ടായിരുന്നു. ഖാതമുൻ നുബുവത്തിനെ കുറിച്ച് വിശാലമായ ഒരു അധ്യായം തന്നെ വരുന്നുണ്ട്, നമുക്ക് അവിടെ പറയാം. അപ്പോൾ ഇവിടെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ശ്രോതാവിനിക്ക് മനസ്സിലാവണ്ടേ മൊത്തത്തിൽ. നബി തങ്ങളെ മനസ്സിലിങ്ങനെ കൊണ്ടുവരികയാണ്, എല്ലാ ഭാഗങ്ങളും പിന്നെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ അവിടുത്തെ രണ്ട് പിരടികൾക്കിടയിലുണ്ട് ഖാതമുൻ നുബുവ, പ്രവാചകത്വ മുദ്രയുണ്ടായിരുന്നു. ഹുവ ഖാതമുൻ നബിയീൻ, അവിടുന്ന് ആരാണ്? അന്ത്യപ്രവാചകരാണ്. അജ്വദുന്നാസി സ്വദുറാ, ജനങ്ങളിൽ ഏറ്റവും ഔദാര്യ ഹൃദയമുള്ള ആളാണ്, ഔദാര്യമുള്ള ഹൃദയമുള്ള ആളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിശുക്കില്ല, ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. ഏറ്റവും നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിൻ്റെ നെഞ്ച് കയറിയിട്ടില്ലേ? ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വേണ്ടാത്ത അംശങ്ങളൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നബിതങ്ങൾക്ക് അങ്ങനെ കൂടുതലുള്ളത് കൊണ്ടല്ല, നബിതങ്ങളൊന്ന് പരിശുദ്ധരാക്കലാണ് ജിബ്രീലിൻ്റെ ലക്ഷ്യം. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു ഹാദാ ഹല്ലു ശൈത്വാനി മിൻക്, ഒരു സാധനം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു പിശാജിൻ്റെ വിഹിതം, നിങ്ങളിൽ നിന്നുള്ള പിശാജിൻ്റെ അംശമാണിത്. മഗസലഹു ഫി തസ്തി ദഹബിൻ ബിമാഇ സംസം, സ്വർണത്തിൻ്റെ പാത്രത്തിൽ സംസം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം പരിശുദ്ധമാണ്, വേണ്ടാത്ത ഒരു ചിന്തയുമില്ല. മനസ്സിലായില്ല? ഔദാര്യമുള്ള ഹൃദയമാണ്. വഅസ്ദഖുന്നാസി ലഹ്ജതൻ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സംസാരത്തിൽ സത്യം പറയുന്ന ആളാണ്. ലഹജത്ത് എന്ന് പറഞ്ഞ സംസാരം, സംസാരത്താൽ ജനങ്ങളിൽ ഏറ്റവും സത്യസന്ധനാണ്, അഥവാ സത്യം മാത്രം പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഒരിക്കലും പോലും കളവ് പറഞ്ഞിട്ടില്ല. ശത്രുക്കൾ പോലും നബി തങ്ങളെ വിളിച്ചു അൽ അമീൻ. മനസ്സിലായില്ലേ? അവിടുന്ന് പറയുന്നതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സ്വേച്ഛപ്രകാരം നബി തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, സ്വന്തം ഇഷ്ടപ്രകാരം. ഒക്കെ അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം മാത്രമാണ്. അള്ളാഹുവിൽ നിന്നുള്ള വഹയ്യ് ലഭിച്ചത് മാത്രമേ അവിടുന്ന് പറഞ്ഞിട്ടുള്ളൂ. വലിയനുഹും അരീക്കത്തൻ,
ജനങ്ങളിൽ നിന്ന് ഏറ്റവും സോഫ്റ്റായ ആളാണ്. അരീക്കത്തൻ, അവിടുത്തെ പ്രകൃതിയാൽ, ത്വബീഅത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രകൃതി ഏറ്റവും നല്ല സോഫ്റ്റാണ്, നിർമ്മലമായ പെരുമാറ്റത്തിൻ്റെ പ്രകൃതിയുടെ ഉടമസ്ഥരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പ്രകൃതിയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ, നിർമ്മലമായ സ്വഭാവമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വിട്ടുവീഴ്ച ചെയ്യും എല്ലാ സമയത്തും. അവിടുത്തെ സഹനം, അവിടുത്തെ വിനയം, ഇതൊക്കെയാണ് അതിൽ ഈ പറഞ്ഞതിൽ ഉൾക്കൊള്ളുക എന്ന് ശർഖാവി വിശദീകരണം നൽകുന്നു. വൽ ഖസ്ദു ബിദാലിക അത്തംബീഹു അലാ കമാലി മുസാമഹതിഹി വവുഫൂരി ഹിൽമിഹി വതവാളുഇഹി മഅന്നാസ്. ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറും, വിനയം, സഹനം, ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ക്ഷമിക്കാനും സഹിക്കാനും, ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന അക്രമങ്ങൾ അതിനൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനും നബിതങ്ങൾ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. വഅക്രമുഹും ഇശ്റതൻ, വഅക്രമുഹും ഇശ്റതൻ, പെരുമാറ്റത്താൽ ഏറ്റവും ജനങ്ങളിൽ ഏറ്റവും വലിയ മാന്യനാണ്, മാന്യമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് ത്വഹ റസൂലുള്ളാഹി. ഇവിടെ ചില നുസ്ഖകളിൽ അക്രമുഹും അശീറത്തൻ എന്ന് കാണാം. അപ്പോൾ ഉന്നതമായ തറവാട്ടിൽ പിറന്ന ആളാണ് നർത്തായി. അഷീറത്ത് എന്ന് പറഞ്ഞാൽ തറവാട്, ഏറ്റവും മാന്യമായ തറവാട്ടിൽ നിന്ന് പറഞ്ഞ ആളാണ്. ഒരു ഡീസൻറ്റ് വേണം നമുക്ക്. നബി തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഡീസൻ്റുള്ള സ്വഭാവം, ഡീസൻ്റുള്ള പെരുമാറ്റം, ഡീസൻ്റുള്ള ഡ്രസ്സ്, ഡീസൻ്റുള്ള സംസാരം, അതല്ലാതെ എവിടുന്നോ കാടന്മാരുടെ സംസാരവും പിന്നെ അതൊന്നും പാടില്ല. അപ്പോൾ അവിടെ ചില നുസ്ഖകളിൽ എന്തുണ്ട്, അക്രമുഹും അഷീറത്ത് എന്നുണ്ട്. അപ്പോൾ എന്താ അർത്ഥം? നല്ല തറവാട്ടിൽ പിറന്ന ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. നബിതങ്ങളുടെ ഉമ്മയുടെ കുടുംബം, ഉപ്പയുടെ കുടുംബം ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ കുടുംബങ്ങളാണ്. മനസ്സിലായില്ലേ? ഏറ്റവും നല്ല തറവാട്, ഏറ്റവും നല്ല കുലം, ഏറ്റവും നല്ല മാതാപിതാക്കളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. അവിടുന്ന് നബിതങ്ങൾ തന്നെ പറയുന്നുണ്ട്, അതൊക്കെ പിന്നീട് വിശാലമായിട്ട് വരും, എന്നാലും ചെറിയൊരു സൂചന. ലം യൽതഖി അബവായ ഖത്തു അലാ സിഫാഹ്, എൻ്റെ മാതാപിതാക്കൾ ആദം നബി അലൈഹി സ്വലാം വരെ നോക്കുമ്പോൾ സിഫാഹ്, നിയമപരമല്ലാത്ത ബന്ധത്തിലൂടെ എൻ്റെ പിന്നെ പിതൃപരമ്പരയിലെ മാതൃപരമ്പരയിലെ ഒരാളും സന്ധിച്ചിട്ടില്ല. എല്ലാവരും ആ കാലത്തെ ശർഈയായ നിയമപരമായ പിന്നെ ബന്ധത്തിലൂടെയായിരുന്നു സന്ധിച്ചത്. മനസ്സിലായില്ലേ? നിയമപരമല്ലാത്ത ബന്ധങ്ങളിലൂടെ ഉണ്ടായിട്ടില്ല. വലം യസലില്ലാഹു യൻഖുലുനി മിനൽ അസ്ലാബി ത്വയ്യിബ ഇലൽ അർഹാമി ത്വാഹിറ. എന്താ പിന്നെ പരിശുദ്ധമായ ഗർഭാശയങ്ങളിലൂടെ, പിന്നെ നല്ലതായ മുതുകുകളിലൂടെ അള്ളാഹു എന്തായി എന്നെ നീക്കം ചെയ്തുകൊണ്ടേയിരുന്നു. മുസഫൻ മുഹദ്ദബൻ, പരിശുദ്ധമാക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടിട്ട്, ലാ യതശഅബു ശുഅബതാൻ ഇല്ലാ കുന്തു ഫീ ഖൈരിഹിമാ. രണ്ട് പാർട്ടായിട്ട് എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പിന്നെ ഒരു സ്ഥലത്ത് പിരിയാണെങ്കിൽ അതിലേറ്റവും ഖൈറായതിലായിരിക്കും ഞാൻ. അപ്പം തങ്ങളുടെ പരമ്പരയിൽ എവിടെയെങ്കിലും രണ്ട് പാർട്ടായിട്ട് തിരിയുന്നുണ്ട് നോട്ടിക്കോ, എവിടെയാണെങ്കിലും ഒരു ഗോത്ര രണ്ടായി. അപ്പം നബിതങ്ങൾ അതിൽ നിന്ന് ഏറ്റവും പരിശുദ്ധമായതിലായിരിക്കും. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും ഉപ്പയും നരകത്തിലാണെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്, വിവരദോഷികൾ. അവരോട് നമുക്കൊന്നും പറയാനില്ല, ബുദ്ധിയില്ലാന്നേ പറയാനുള്ളൂ. നമ്മളുടെ ഉമ്മയും ഉപ്പയും നമ്മളെ ഉമ്മാനിപ്പാനും എന്താക്കുക, അള്ളാഹ് സ്വർഗത്തിൽ കെടുത്തുക, എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഉമ്മാനിപ്പാനും നരകത്തിൽ കെടുത്തുക. ബുദ്ധിയുണ്ട് അവർക്ക് പറയാൻ? ബുദ്ധിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഖലബ്തു മശാരിഖൽ അർളി വ മഗാരിബഹ, ഞാൻ ഈ ഭൂമി മൊത്തം അങ്ങോട്ടിങ്ങോട്ട് ഇളക്കി മറിച്ചു. മശരിഖും മഗ്രിബും കിഴക്കും പടിഞ്ഞാറും എല്ലാം മറിച്ചു നോക്കി. എന്നിട്ട് ഫലം അറ റജുലൻ അഫ്ളല മിൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളെക്കാൾ അഫ്ളലായ ഒരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. വലം അറ ബനി അബിൻ അഫ്ളല മിൻ ബനി ഹാഷിം, ഒരു തറവാട്ടുകാരെ ഞാൻ കണ്ടിട്ടില്ല റസൂലുള്ളാഹിന്റെ തറവാട്ടിനേക്കാൾ
ശ്രേഷ്ഠമായൊരു തറവാടിനെ ഞാൻ എന്തായിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പം നബിതങ്ങളെക്കുറിച്ച്, നബിതങ്ങളുടെ പരമ്പരയും അവിടുത്തെ പൂർവ പിതാക്കളും അതാണ്. പിന്നെ മൻ റആഹു ബദീഹത്തൻ ഹാബഹു വമൻ ഖാലതഹു മഅരിഫത്തൻ അഹബ്ബഹു. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ പേടിച്ചു പോകും. എന്നാൽ അറിയാൻ വേണ്ടി നബി തങ്ങളോട് ഇടപഴകിയാലോ നബി തങ്ങളെ ഇഷ്ടപ്പെട്ടു. മൻ റആഹു ബദീഹത്തൻ, പെട്ടെന്ന് ബദീഹീൻ അള്ളരീ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ബദാഹത്തൻ, പെട്ടെന്ന് നബി തങ്ങളെ കണ്ടാൽ പേടിച്ചു, കാരണം ഒരു ഗാംഭീര്യം ഉണ്ടാവും. ഹാബഹു, എന്നാൽ നബി തങ്ങളെ അറിഞ്ഞുകൊണ്ട് അവിടത്തോടൊപ്പം ഇടപഴകി ജീവിച്ചാൽ നബി തങ്ങളുടെ നിന്ന് വിട്ടുപോകാൻ തോന്നൂല. അതാണ് സ്വഹാബത്ത് നബി തങ്ങളിൽ നിന്ന് വിട്ടുപോവാതെ അവിടത്തോട് കൂടെ തന്നെ നിൽക്കാൻ താല്പര്യപ്പെട്ടു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ പോണില്ല. എങ്ങനെയാണ് നബി തങ്ങളെ അങ്ങയെ വിട്ടുപോവുക? അപ്പോഴാണ് റസൂൽ ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തത്, യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. മുആദേ, എന്നെ വിട്ടുപോകുന്നു ശരി തന്നെ, പക്ഷേ നീ കാരണമായിട്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക, നന്നാവുക എന്നുള്ളത് ഈ ദുനിയാവും അതിലുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ നിനക്കുത്തമമാണ്. ഇതും പറഞ്ഞിട്ടാണ് മുആദ് തങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പം നബിതങ്ങളെ കണ്ടാൽ, നബിതങ്ങളോട് അടുത്തിടപഴകി കഴിഞ്ഞാൽ അവിടുത്തെ വിട്ടുപോകാൻ ഒരാൾക്കും തോന്നില്ല. എന്തേ കാരണം? ലിമാ കാന യൽഹറു അലൈഹി മിൻ അദീമിൽ ജലാലതി വൽ മഹാബതി വൽ വഖാർ. പേടിച്ചു പോകാൻ കാരണം എന്താ? അവിടുത്തെ പ്രൗഢി, അവിടുത്തെ ഗാംഭീര്യം കണ്ടുകൊണ്ടാണ്. ഇഷ്ടപ്പെടാനോ കാരണം ലികമാലി ഹുസ്നി മുആശറതിഹി വമാ ഹുവ അദീമി എന്താണ് തഅല്ലുഫി, അവിടുത്തെ ആ ഇണക്കം, അവിടുത്തെ ആ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, എല്ലാവരും ഇഷ്ടപ്പെട്ടു പോകും. അതാണ് മൻ റആഹു ബദീഹത്തൻ, പെട്ടെന്ന് നബിതങ്ങളെ കണ്ട് ആരെങ്കിലും കണ്ടാൽ ഹാബഹു, പേടിച്ചു പോകും. വമൻ ഖാലതഹു മഅരിഫത്തൻ അഹബ്ബഹു, അടുത്തറിയാൻ വേണ്ടി, രണ്ട് നിലക്കതിനർത്ഥം വെക്കാം. അറിയാൻ വേണ്ടി ഇടപഴകിയാൽ മഅരിഫത്തൻ, മനസ്സിലായില്ലേ, അറിയാൻ വേണ്ടി എന്നർത്ഥം വെക്കാം. അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നബിതങ്ങളോട് ഇടപഴകിയാൽ നബിതങ്ങളെ ഇഷ്ടപ്പെട്ടു പോകും. യഖൂലു നാഇതുഹു, നബിതങ്ങളെ വർണ്ണിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ പറയും. യഖൂലു നാഇതുഹു, നബിതങ്ങളെ വർണ്ണിക്കുന്നയാൾ പറയും. നഅത്ത് മൻഊത്ത് കേട്ടിട്ടില്ലേ? സിഫത്തിൻ്റെ വേറൊരു പേരാണ് നഅത്ത്. അതുപോലെ യഖൂലു വാസിഫുഹു എന്നുള്ള അർത്ഥം. നബിതങ്ങളെ വർണ്ണിക്കുന്നയാൾ പറയും. അല്ലെങ്കിൽ എന്താണ് ഇവിടെ അലി റളിയല്ലാഹു അൻഹു അല്ല ഇപ്പോൾ ഈ വർണ്ണിക്കണ്, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന അർത്ഥവും പറഞ്ഞവരുണ്ട്. എന്തായാലും യഖൂലു നാഇതുഹു, നബിതങ്ങളെ വർണ്ണിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ അവൻ പറയും ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു, അവിടുത്തെ പോലെ, അവിടുത്തെ മുമ്പോ ശേഷമോ മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. ജമൽ അതിന് വ്യാഖ്യാനം നൽകുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? അന്നമൻ അറാദ അൻ യസിഫഹു വസ്ഫൻ താമൻ ബാലിഗൻ അലാ സബീലി തഖ്സീൽ യഅ്ജിസു അൻ വസ്ഫിഹി. നബിതങ്ങളെ വിശദീകരിച്ച് വർണ്ണിക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അവർക്കത് കഴിയില്ല വിശദീകരിക്കാൻ. അവസാനം പറയും, എന്താ പറയാ, അവസാനവും പറയും വൽഹാസിൽ, ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നും നമുക്ക് പറയാൻ അറിയില്ല. എന്തായാലും നബിതങ്ങളെപ്പോലെ മുമ്പോ ശേഷം ഒരാൾ നമ്മളെന്തായിട്ടില്ല, കണ്ടിട്ടില്ല. അവസാനം അലാ സബീലി തഫ്സീൽ, ഒരാൾക്കും കഴിയില്ല വിശദീകരിച്ച് പറയാൻ നബിതങ്ങളെക്കുറിച്ച് ആർക്കും കഴിയില്ല. കാരണം നബിതങ്ങളുടെ വർണ്ണനകൾ അത്രയും വലുതാണ്, വർണ്ണനകൾക്കതീതമാണ്. അപ്പം അവസാനം അവർ ചുരുക്കി കെട്ടിയിട്ട് പറയുന്നത് ലം അറ ഖബ്ലഹു വല ബഅദഹു മിസ്ലഹു, മുമ്പോ ശേഷമോ നബിതങ്ങളെപ്പോലെ ഒരാളെ ഞാൻ എന്തായിട്ടില്ല, കണ്ടിട്ടില്ല. ഇവിടെ നമുക്ക് പല സംശയം തോന്നാം. നബിതങ്ങളെപ്പോലെ ആരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഷറഹു ജമൽ അത് വിശദീകരിക്കുന്നുണ്ട്. നബിതങ്ങളെപ്പോലെ സാമ്യതയുള്ള പലരെയും കിതാബുകളിൽ പറയുന്നുണ്ട്, നബിതങ്ങളോട് സാദൃശ്യതയുള്ള പലരെയും. അപ്പോൾ ഹദീസുകളിലൊക്കെ പറയുന്നുണ്ടല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹസ്സാൻ തങ്ങളെക്കുറിച്ച് പാടുന്നുണ്ട്, യാ ലഹു ശബീഹും ബിൻ നബി ലൈസാ ബിശബീഹിൻ നബി. എന്താ പറഞ്ഞത്?
നബിതങ്ങളോട് സദൃശ്യമായവരെ. ഹസ്സാൻ തങ്ങളെ കുറിച്ച് പറയാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാനൽ ഹുസൈനു അഷ്ബഹുഹും, റസൂലുള്ളാഹിനോട് ഏറ്റവും സദൃശ്യമുള്ള ആളാണ് ആര്? അഷ്ബഹുഹും ബി റസൂലില്ലാഹ്. മനസ്സിലായില്ലേ? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹസൻ തങ്ങളും റസൂലുള്ളാഹിനെ പോലെ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇപ്പം എന്താ ഇതിൻ്റെ അർത്ഥം? നബിതങ്ങളുടെ മുമ്പോ ശേഷമോ വേറെ ഒരാൾ നബിതങ്ങളെ പോലെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതെ, ജമൽ പറയുന്നുണ്ട്, ലിഅന്നൽ മൻഫിയ ഫിൽ ഖബർ ഉമൂമു ശബഹി, മൊത്തത്തിൽ നബിതങ്ങളെ പോലെ ഒരാളില്ല. ഏതെങ്കിലും ചിലപ്പോൾ മുഖോ ചിലപ്പോൾ ആ മുഖത്തിൻ്റെ കോലമോ അല്ലെങ്കിൽ നടത്തമോ അല്ലെങ്കിൽ സംസാരമോ ഏതെങ്കിലും ഒരു നിലക്ക് ഏതെങ്കിലും ഭാഗത്ത് എന്തുണ്ടാവും? സദൃശ്യത ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ സദൃശ്യത ഇല്ല എന്നാണ് ഹദീസിൽ എന്തായത് പറഞ്ഞത്. ഏതെങ്കിലും നിലക്കുള്ള സദൃശ്യത ഉണ്ടാകും. അപ്പോൾ ഈ ഹദീസിൽ മംഫിയാക്കിയത്, നിഷേധിക്കപ്പെട്ടത് എന്താണ്? ഉമൂമു ശബഹാണ്. അപ്പോൾ അല്ലാതെ എന്തല്ല ചെറിയ നിലക്കുള്ള ശബഹ് ഇല്ല എന്നതിന്. നബിതങ്ങളോട് സദൃശ്യമുള്ള 15ഓളം ആളുകളെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹു, അതുപോലെ യഹ്യ ബിൻ ഖാസിം റളിയല്ലാഹു അൻഹു. മൂപ്പരുടെ ഇവിടെ ഖാത്തമുൻ നുബുവത്ത് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. 2 പെരടികൾക്കിടയിൽ എന്താണ് ഖാത്തമുൻ നുബുവത്ത് എന്നൊക്കെ പറയാൻ പോകുന്നുണ്ട്. ഒരു മാംസളമായ ഭാഗം, രോമാവൃതമായ ഒരു മാംസളമായ ഭാഗം. അതിൻ്റെ സ്ഥലത്ത് വേറൊരു അടയാളുണ്ടായിരുന്നു. ആയിരിക്കും യഹ്യ ബിൻ ഖാസിം. അത്രത്തോളം സാമ്യതയുള്ള ആളാണ്. മൂപ്പർ എവിടെയെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഇങ്ങനെ തിരക്ക് കൂടും. ഇസ്ദഅമന്നാസു അലൈഹി യുഖബ്ബിലൂനഹു. എന്നിട്ട് എന്താണ്? മൂപ്പരെ ചുംബിക്കും. എന്നിട്ട് അല്ലാഹുമ്മ സ്വല്ലി അല നൂർ, അല്ലാഹുമ്മ സ്വല്ലി അല നബി, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലും. ചില ആളുകൾ റസൂലുള്ളാഹിയാണ് തെറ്റിദ്ധരിച്ചു പോകും. മനസ്സിലായില്ലേ? അത്രത്തോളം പിന്നെ യഹ്യ ബിൻ ഖാസിം തങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? സദൃശ്യത ഉണ്ടായിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ്. അപ്പോൾ ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് പിന്നെ എന്താണ്? പിന്നെ ഹദീസിൽ വന്ന പിന്നെ ജദീദത്തായ അൽഫാദുകളുടെ മാന വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കുക. എന്തായാലും ബർക്കത്തിന് വേണ്ടി, ഒരു പരിപൂർണതയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കുക. ഖാല അബൂ ഈസ എന്ന് പറഞ്ഞാൽ തിർമിദി ഇമാം പറഞ്ഞു, സമഅതു അബാ ജഅഫർ മുഹമ്മദ് ബിൻ അൽ ഹുസൈൻ എന്നവർ പറഞ്ഞു, യഖൂലു പറയുന്നതായിട്ട് ഞാൻ കേട്ടു. സമഅത്തുൽ അസ്മഇയ്യ യഖൂൽ, അസ്മഈ ഇമാമിനെ ഞാൻ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഫി തഫ്സീരി സിഫത്തിൻ നബി, റസൂലുള്ളാഹിൻ്റെ വിശദീകരണം, റസൂലുള്ളാഹിൻ്റെ സിഫത്ത് വർണ്ണന വിശദീകരിക്കുന്നിടത്ത്. അപ്പോൾ അതിൽ വന്ന ഈ ഹദീസിൽ വന്ന ആ പദങ്ങളെയൊക്കെ വിശദീകരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ അതാ പറയുന്നത് ഓരോന്നിൻ്റെ അർത്ഥം. അൽ മുമഖിത്തു അദ്ദാഹിബു തൂലൻ വഖാല, ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു, സമയത്തു അറാബി യഖൂൽ ഫി കലാമി, ഒരു അറാബി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. തമഗ്ഗത ഫി നശാബതിഹി എന്ന് പറഞ്ഞാൽ എന്താ? ഐ മദ്ദഹ മദ്ദ, നീണ്ടത് എന്നാണ്, അമിതമായി നീണ്ടത്. ഷദീദൻ മദ്ദൻ ഷദീദ. വൽ മുതറദ്ദിദ് എന്ന് പറഞ്ഞാൽ അദ്ദാഖിലു ബഅ്ലുഹു ഫി ബഅ്ലിൻ ഖിസറ, ചിലതിൽ ഇങ്ങനെ കയറിപ്പോവുക, പിന്നെ പിന്നെ ചെറുതായത് കാരണമായിട്ട്. അമ്മൽ ഖത്തത്തു ഫഷദീദുൽ ജുഊദ, കഠിനമായ എന്തുള്ള പിന്നെ ചുരുണ്ട കട്ടിയുള്ള. والرجل الذي في شعره حجونة أي تثن خليل. وأما المطهم فالبادن الكثير اللحم والمكلثم والمدور الوجه المشرب الذي في بياضه حمرة. هذا നമ്മൾ വിശദീകരിച്ചതാണ്. الأدعج الشديد سواد العين. اللهدب الطويل الأشفار. والكتد مجتمع الكتفين وهو الكاهل. والمشربة هو الشعر الدقيق الذي كأنه قضيب من الصدر إلى السرة. والشثنون ورنال الغليظ الأصابع من الكفين والقدم. التقلع ورنال أن يمشي بقوة, ശക്തിയായിട്ട് നടക്കുക. തഖല്ലഅ ശക്തിയായിട്ട് നടക്കുക, അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട് കേട്ടോ. അതിന് നമ്മൾ മുന്നോട്ട് ചാഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞതിന് പുറമെ വേറൊരു വിശദീകരണം തഖല്ലഅ എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയോടുകൂടെ ഇങ്ങനെ ആടിക്കുഴഞ്ഞിട്ടുള്ള നടത്തമല്ല. الصبب الحضور. نقول إن حضرنا في صبوب وصبب. وقوله جليل المشاش يريد رؤوس المناكب. والعشرة والصحبة. والعشير الصاحب. البديهة المفاجأة, പെട്ടെന്ന്. يقال بدهته بأمر, ഒരു കാര്യം ബദഹ്തുഹു എന്ന് പറഞ്ഞാൽ ഐ ഫജഅ്തുഹു, ഞാൻ പെട്ടെന്ന് ചെയ്തു എന്നാണ്. അപ്പോൾ എന്തായാലും അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വർണ്ണിച്ച വളരെ മനോഹരമായ, ഇതിങ്ങനെ നമ്മളിങ്ങനെ റാഹത്തിൽ വായിച്ചല്ല അർത്ഥം വെച്ച് അതിൻ്റെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് ദിവസം ഇത് വായിച്ചാൽ തന്നെ മതി. ഏകദേശം നബിതങ്ങൾ ഫുള്ളുണ്ട് ഈ ഹദീസിൽ. മനസ്സിലായില്ലേ? നബിതങ്ങളുടെ കൂടെയുള്ള നബിതങ്ങളുടെ പുതിയാപ്പിളയാണ്
നബി തങ്ങളോട് കൂടെ ഒരുപാട് കാലം താമസിച്ച ആളാണ്. ആര്? അലി റളിയല്ലാഹു അൻഹു. മൂപ്പര് നബി തങ്ങളെ വർണ്ണിച്ച ആ മനോഹരമായ രൂപമാണ് ഈ ഹദീസിലുള്ളത്. അല്ലാഹു തആല നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഒരുപാട് പഠിക്കാനും ഉൾക്കൊള്ളാനും ഒരുപാട് യഖളത്തിലും മനാമിലും കാണാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക.